ചുമതലകൾ മാറിയാലും അയോധ്യയിലും കേരളത്തിലും NSGയുടെ പ്രത്യേക യൂണിറ്റുകൾ വരുമെന്ന സൂചന. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സെൻസിറ്റീവായ പ്രദേശങ്ങളിലൊന്നാണ് അയോധ്യ. ലോകത്തെ തന്നെ പല ഇസ്ലാമിക് ഭീകര സംഘങ്ങളുടെ ഭീഷണിയുടെ നിഴലിലാണ് അയോധ്യ. ജനുവരി 22-ന് പ്രാണപ്രതിഷ്ഠ നടന്നതിന് ശേഷം രാമക്ഷേത്രം നിൽക്കുന്ന പ്രദേശം NSG ആണ് സുരക്ഷിതമാക്കിയത്. ഇതോടൊപ്പം കേരളത്തിലും മറ്റൊരു പ്രത്യേക യൂണിറ്റ് സർക്കാർ ആസൂത്രണം ചെയ്തേക്കാമെന്നും സൂചനയുണ്ട്. NSGയുടെ അംഗബലം കുറയ്ക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. NSGയുടെ ബ്ലാക്ക് കാറ്റ് കമാൻഡോകളെയും VIP സുരക്ഷാ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം വന്നിരിക്കുന്നത്. പാർലമെന്റിൽ നിന്ന് അടുത്തിടെ നീക്കം ചെയ്ത പാർലമെന്റ് ഡ്യൂട്ടി ഗ്രൂപ്പ് CRPFന്റെ VVIP വിഭാഗത്തിൽ ചേരും. അതുപോലെ നിലവിൽ NSGയിൽ നിന്ന് സുരക്ഷാ കവചമുള്ള 9 VVIPകളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ഈ സൈനികർക്കായിരിക്കും. നേരത്തെ NSG വഹിച്ചിരുന്ന ചുമതല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പൂർണ്ണമായും CRPFന് കൈമാറാനുള്ള തീരുമാനം പുറത്തുവന്നിരുന്നു. NSGയെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും രാജ്യസുരക്ഷയ്ക്കുമായി പൂർണ്ണമായും നിയോഗിക്കാനാണ് തീരുമാനം. സേനയുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ഡ്രോൺ വിരുദ്ധ സൗകര്യം ഉൾപ്പെടെ അയോധ്യയിൽ സൈനികർക്ക് താവളം സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾ സർക്കാർ നടത്തും. ഒരു ആക്രമണമുണ്ടായാൽ പ്രദേശം സുരക്ഷിതമാക്കാനും ഇത് സഹായിക്കും. ഈ യൂണിറ്റിന് പ്രത്യേക ആന്റി ഡ്രോൺ ഘടകം ഉണ്ടായിരിക്കും. കൂടാതെ എന്ത് ആക്രമണത്തെയും തടയാൻ 24 മണിക്കൂറും യുദ്ധം സജ്ജമായിരിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ ചുമതല ഏറ്റതിനു ശേഷമാണ് VIP സുരക്ഷാ ഡ്യൂട്ടിയിൽ നിന്നും NSGയെ മാറ്റാനായുള്ള തീരുമാനം സ്വീകരിച്ചിരുന്നത്. NSGയെ അതിന്റെ യഥാർത്ഥ പ്രവർത്തന മേഖലയായ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും രാജ്യസുരക്ഷയ്ക്കുമായി പൂർണ്ണമായും നിയോഗിക്കാനാണ് VIP സുരക്ഷാ ഡ്യൂട്ടിയിൽ നിന്നും മാറ്റുന്നത്. NSGയുടെ ബ്ലാക്ക് കാറ്റ് കമാൻഡോകളെയും VIP സുരക്ഷാ ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. നിലവിൽ രാജ്യത്തെ 8 വ്യക്തികൾക്കാണ് NSG സുരക്ഷ നൽകുന്നത്. BJPയുടെ മുതിർന്ന നേതാവ് LK അദ്വാനി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള, BSP അധ്യക്ഷ മായാവതി, ഗുലാം നബി ആസാദ്, ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി രമൺ സിംഗ്, കേന്ദ്രമന്ത്രി സർബാനന്ദ സനോവാൾ എന്നിവർക്കാണ് NSG സുരക്ഷ നൽകുന്നത്. കേന്ദ്ര അർദ്ധ സൈനിക വിഭാഗമായ CRPF, CASF തുടങ്ങിയവയ്ക്കായിരിക്കും ഇനി ഈ VIPകളുടെ സുരക്ഷാ ചുമതല നൽകുക. ഇതോടെ 500ഓളം NSG കമാൻഡോകളെ ഭീകരവിരുദ്ധ ഹൈജാക്ക് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കാം എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടൽ. ഇനി മുതൽ NSG പൂർണ്ണമായും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും രാജ്യസുരക്ഷയ്ക്കുമായി ഇതോടെ എത്തും. രാജ്യത്തെ VIP സുരക്ഷാ ചുമതല ഇനി പൂർണ്ണമായും CRPFന്. നേരത്തെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എന്ന NSG വഹിച്ചിരുന്ന ചുമതലയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പൂർണ്ണമായും CRPFന് കൈമാറാൻ ഒരുങ്ങുന്നത്. പ്രധാനമന്ത്രി ഒഴികെയുള്ള രാജ്യത്തെ VIPകളുടെ സുരക്ഷയായിരുന്നു NSG നിർവഹിച്ചിരുന്നത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല SPG ആണ് നിർവഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.